ശ്രീ പ്രശാന്ത്, നമസ്കാരം. നമസ്കാരം സാർ. ഈ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് ഏതാണ്ട് കേരളം മുഴുവൻ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രതീതിയാണ്. ഇത്രയും വലിയൊരു ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. തുടക്കം മുതൽ തന്നെ, അതായത് 57 മുതൽ തന്നെ പാലക്കാട് മണ്ഡലം എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഏറെക്കാലം CPMൻ്റെ കോട്ടയായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. പിന്നീട് അതൊക്കെ മാറി. പ്രത്യേകിച്ച് 2011 മുതൽ ഇതങ്ങോട്ട് മാറി. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരുടെയും കണക്ക് കൂട്ടൽ ഷാഫി പറമ്പിൽ വിജയിച്ചതുപോലെ തന്നെ മാങ്കൂട്ടത്തിലും നിയമസഭയിലേക്ക് വരും എന്നുള്ളതാണ്. സമീപകാല സംഭവങ്ങളിലൂടെ ചിത്രം മാറി മറിയുകയാണ്. ഇത് എങ്ങനെ വിലയിരുത്താം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്? അവിടെ അവസാന നിമിഷം മത്സരം വളരെ കടുപ്പത്തിലായിട്ടുണ്ട്. കാരണം പ്രവചനാതീതമായിട്ടുണ്ട് മത്സരം. പ്രവചനാതീതമല്ല, BJPക്ക് എഡ്ജായി എന്നുള്ള രീതിയിൽ, BJP ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു ശരിയല്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു നീക്കത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ മത്സരത്തിന് ശേഷം മാത്രം റിസൾട്ട് വരേണ്ട ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരത്തിന് മുമ്പ് റിസൾട്ട് വന്നതുപോലെ ആയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ VD സതീശൻ ഞാനൊരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തി, ഞാനും ബെന്നി ബെഹനാനും KPCC പ്രസിഡൻറ്റും കൂടി ആലോചിച്ച്, വളരെ ഒരാഴ്ച കൊണ്ട് ആലോചിച്ച് ഞങ്ങൾ സംസാരിച്ച്, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറയാം. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അനാവശ്യമായിട്ട് മാധ്യമങ്ങളടുത്ത് പറഞ്ഞില്ലേ, അനാവശ്യമായിട്ട് അയാളെ പൊക്കുന്ന കാര്യം എന്ത്, അയാളെ ഇപ്പോൾ വെള്ളപൂശേണ്ട കാര്യമില്ലല്ലോ. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞതിന് ഇദ്ദേഹം തൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി പറയും. അപ്പം ഞാൻ അവരെ കൊണ്ടെല്ലാം സന്ദീപ് വാര്യറിനെ നല്ലതാണെന്ന് പറയിച്ചതിന് ശേഷം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സംസാരിക്കും. സന്ദീപ് വാര്യർ വന്നതിപ്പോൾ എങ്ങനെയായി? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ അതിനകത്ത് വന്നതോടുകൂടി അതുവരെ BJPക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നു. അതായത് BJPക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ സീറ്റിനകത്ത് ഈ പറഞ്ഞത് ബാക്കി 3 പാർട്ടികൾക്കകത്തും സീറ്റിൻ്റെ അകത്ത് പ്രശ്നമുണ്ടായിരുന്നു. ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് സീറ്റ് തർക്കം മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ സരിൻ ആവശ്യപ്പെട്ടിരുന്ന സീറ്റ് അയാൾക്ക് കൊടുക്കാത്തതുകൊണ്ട് അയാൾ പാർട്ടി മാറുന്നു. CPM അദ്ദേഹത്തെ സന്ദീപ് വാര്യരും സീറ്റ് മോഹിച്ചു. ഉറപ്പല്ലേ അത് സരിൻ കൊടുത്തു. ആർക്ക്? ഈ സരിൻ അപ്പുറത്ത് CPM പോകുന്നു. അപ്പം CPMനകത്ത് സരിൻ വന്നതിനകത്തുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ടെങ്കിലേ ഉള്ളൂ, വെളിയിലൊന്നും കാണുന്നില്ല. എന്തായാലും കോൺഗ്രസിനകത്തെ വിഷയം നിൽക്കുകയാണ്. അപ്പോൾ തന്നെ BJPക്കകത്ത് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിനകത്ത് താമസം വരുന്നു. സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിനകത്തുള്ള കാരണം അന്നേരെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്? തർക്കമാണ്. ശോഭാ സുരേന്ദ്രന് കൊടുക്കണമെന്നൊരു വിഭാഗം, ഈ പറഞ്ഞതുപോലെ കൃഷ്ണകുമാർ പിടിക്കുന്നു, സുരേന്ദ്രൻ പിടിക്കുന്നു, അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നു, സന്ദീപ് വാര്യരുടെ പേര് വരുന്നു. ഏതായാലും അവസാനം അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനകത്ത് വേദി പങ്കിട്ടതിനകത്ത് അദ്ദേഹത്തെ വേദിയിൽ കയറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വിഷയം സുരേന്ദ്രൻ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടല്ലോ. പാർട്ടി ശക്തമാകുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ നേതാക്കന്മാർ ശക്തമാകുമ്പോൾ നേതാക്കന്മാർ തമ്മിലൊരു മത്സരം ഉണ്ടാകും. അതിനൊക്കെയായി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം കോൺഗ്രസിനകത്തുണ്ട്, CPMനകത്തുണ്ട്, BJPക്കകത്തുമുണ്ട്. അപ്പോൾ BJPക്കകത്ത് ഗ്രൂപ്പുണ്ട്. കൃഷ്ണകുമാർ സുരേന്ദ്രൻ്റെ ക്യാൻഡിഡേറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗമായിട്ട് ഇയാളെ അവിടെ കയറ്റിയിരുത്താവുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു. ചാനലുകാർ ഏറ്റെടുക്കുന്നു, അദ്ദേഹം പോയി വീട്ടിലിരിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ ആരോ RSSൻ്റെ നേതാക്കന്മാർ പോകുന്നു, അദ്ദേഹം അവിടെ വന്നിട്ട് എന്നെ കാണാൻ ആരും വരുന്നില്ല എന്ന് പറയുന്നു, ഞാൻ ഈ പാർട്ടിക്ക് അകത്തായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം കോൺഗ്രസിനകത്തേക്ക് പോകുന്നു. അപ്പം ഞാനീ പറഞ്ഞത് ആ വിഷയങ്ങൾ ഇങ്ങനെ പ്രശ്നമായിട്ട് BJPക്ക് അകത്ത് നിൽക്കുമ്പോൾ ആ വിഷയം ഒരു സുപ്രഭാതം കൊണ്ട് കോൺഗ്രസിൻ്റെ VD സതീശനും KPCC പ്രസിഡന്റ് ബെന്നി ബെഹനാനും എല്ലാം കൂടെ അവർ പറയുന്നു ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, ഇദ്ദേഹത്തിന് ഏതാണ്ടൊക്കെ കൊടുക്കാമെന്ന് കണ്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തോ വാഗ്ദാനങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് വന്നതെന്ന് പറയുന്നു. CPIക്കാരെടുത്ത് സംസാരിച്ചപ്പോൾ ആ വാഗ്ദാനത്തിനകത്ത് അവർ തയ്യാറല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറി എന്നൊക്കെ പറയും. ഇതൊക്കെ പറച്ചിലാണ്. അതിനകത്ത് സന്ദീപ് വാര്യരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, CPIയുടെ വായിൽ നിന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, കോൺഗ്രസും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തുവായാലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഏതായാലും ഞാനീ പറയാൻ പോകുന്നത്, കോൺഗ്രസിനകത്ത് അതുവരെ ഉണ്ടായിരുന്ന ഒരു എഡ്ജ്
അല്ലെങ്കിൽ BJPക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മറികടക്കുന്ന, കോൺഗ്രസിനകത്ത് അതുവരെ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യും, BJPക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് സന്ദീപ് വാര്യർ ചുവന്നതിനകത്ത് കൊണ്ടുവച്ചത് കാരണമായെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്കകത്തെ പ്രശ്നം എന്തായിരുന്നു സാർ പരിശോധിച്ചോട്ട്? BJPക്കകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരിനെ എന്തിനു മാറ്റി നിർത്തുന്നു? അയാളൊരു നല്ല നേതാവല്ലേ? അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നില്ലേ? അയാൾ ഈ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല സംസാരിക്കുന്നത്. അയാൾ പറയുന്നതല്ല ഇതിൻ്റെ ഐഡിയോളജി അല്ലേ? അയാൾ നരേന്ദ്രമോദിയുടെ ഭാഗമല്ലേ? അയാൾ RSSൻ്റെ ഭാഗമല്ലേ? അയാൾ നല്ല സ്വയം സേവകനല്ലേ എന്നൊക്കെ. ഈ സന്ദീപ് വാര്യർ പോയപ്പോഴേ ആകെ കൂടെ നമ്മൾ വിചാരിച്ച് BJPക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കുന്നു. കാരണം നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത് ഈ കോൺഗ്രസിൽ നിന്ന് പലരും BJPയിലോട്ട് പോകുന്നതാണ്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നടുങ്ങിപ്പോയി. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോവുകയോ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുക. കാരണം അത് തലയ്ക്കകത്ത് ആള് താമസിച്ചുള്ള ആരും ഇന്ന് കാണിക്കത്തില്ല. സാറ് BJPയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയ, ഒന്നും വേണ്ട, സാറിനെ ഒന്നിനും പരിഗണിക്കുന്നില്ല. സാറ് കോൺഗ്രസ് ഇപ്പം ആ ഒരു എഡ്ജിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ഇതുപോലെ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മൈക്കൊക്കെ ആയിട്ട് വരുന്നു, അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ അറിയാം. ഇന്ത്യ മൊത്തം ഭരിക്കുന്ന പാർട്ടിയാണ്, വളരെ കാലം ഇനി ഇന്ത്യ ഭരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണ്, ബാക്കി ആർക്കും ഇവിടെ സാധ്യതയില്ല. സാറ് പോകും ഇപ്പോൾ കോൺഗ്രസിനകത്തോട്ട് വിളിച്ചു? കാരണം പോകുമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇന്ന് സന്ദീപ് വാര്യർ ഇന്നലെ പോയപ്പോൾ അദ്ദേഹത്തെ ഒരു രാജ്യസഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പോവുകയും ആ രാജ്യസഭാ സീറ്റ് ജയിക്കുന്ന സീറ്റുമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആ രാജ്യസഭാ സീറ്റിൽ ഒക്കെ അങ്ങ് പോകുമെന്ന് വിചാരിക്കും. അല്ലാതെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് രാഷ്ട്രീയക്കാരൻ്റെ വാഗ്ദാനം നാളെ കാലത്തെ പാലിക്കപ്പെടണമെന്നുണ്ടോ? രാഷ്ട്രീയത്തിൻ്റെ വാഗ്ദാനം അന്നേരമുള്ള വാഗ്ദാനം മാത്രമാണ്, അത് പാലിക്കപ്പെടുന്നത് വളരെ കുറവാണ്. അറിയത്തില്ല, പ്രത്യേകിച്ചും കോൺഗ്രസിന്. പ്രത്യേകിച്ചും കോൺഗ്രസിന്. അപ്പം ഇതിനകത്ത് ഞാനീ പറഞ്ഞത്, അവിടെ ഈ ഇദ്ദേഹം ഇതിനകത്ത് വന്നതുകൊണ്ട് കോൺഗ്രസിന് BJPക്കകത്തുള്ള പ്രശ്നങ്ങൾ തീരുകയാണ്. എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ BJPക്ക് എഡ്ജായെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, BJPക്കകത്ത് പ്രശ്നങ്ങൾ തീരുകയും ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും വാർത്താ സമ്മേളനവും നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്, RSSനെ കുറ്റം പറയുന്നത്, ഐഡിയോളജിയെ കുറ്റം പറയുന്നത്, ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് സംഘപരിവാറിൻ്റെ കോൺഗ്രസ്സുകാർ പോലും അന്തപ്പെട്ടു. ആ കോൺഗ്രസ്സുകാരല്ല, മാർക്സിസ്റ്റുകാരും അന്തപ്പെട്ടു പോയി. കാരണം പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ വിശദീകരണം നടത്തുന്ന ആൾക്കാർ മൊത്തം തള്ളി പറഞ്ഞില്ലേ എന്ത്? അല്ല, ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഞാനിപ്പോൾ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എതിർ പാർട്ടിയിലുള്ള ചിലരെയൊക്കെ നമ്മളെ ബഹുമാനിക്കുന്നു. ഇപ്പൊ EMSന് ആ ബഹുമാനം കിട്ടിയിട്ടുണ്ട്. ഈ കനാലുകളുടെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും ബഹുമാനിക്കുന്നത് അത് ഐഡിയോളജി അല്ല. ആ ഐഡിയോളജി വെച്ചിട്ട് അവരുടെ K. സുധാകരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്കിഷ്ടമാണ്. അതുപോലെ പിന്നെ KM ഷാജിയുടെ പ്രസംഗം, ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. EMS എന്നെ നാനാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് എത്രയോ പേർക്ക് ഇഷ്ടമായിരുന്നു. അതെ അതെ, പ്രസക്തമായിട്ടുള്ള സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും കോൺഗ്രസിനകത്തും കെജിമാരെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണെന്നറിയാം. കാരണം അദ്ദേഹത്തിന്റെ അറിവും പ്രസംഗവും ഐഡിയോളജി. അപ്പൊ അത്തരത്തിലൊരു ബഹുമാനം ഈ സന്ദീപ് വാര്യർ കാണിച്ചിട്ടില്ല. അല്ല, സന്ദീപ് വാര്യർക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാറിന് ഇത്രയും പറയാൻ സാധിക്കുന്ന പറഞ്ഞാൽ സാറ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായാലും പൊളിറ്റിക്സിനെ ഉറ്റുനോക്കിയിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇയാളൊന്നും ചെയ്തിട്ടില്ല. ഇയാളൊരു സുപ്രഭാതത്തിൽ ഇയാളുടെ ജാതകം കൊണ്ട് മാത്രം ഇത്രയും വലുതായ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മതി. 5 പൈസയുടെ പണി പൊളിറ്റിക്സിനകത്ത് ഒരു പാർട്ടിക്കകത്തും ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹം കാണിച്ച അബദ്ധം. സരിൻ വന്നപ്പോൾ സരിൻ പറഞ്ഞു, ഞാനൊരു ഐഡിയോളജി ഉണ്ട് കോൺഗ്രസിനകത്ത് ചേർന്നതാണ്. അദ്ദേഹം മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞെന്തോ, എനിക്ക് ആ ഐഡിയോളജിയോട് വിശ്വാസമുണ്ട്, പക്ഷെ ആ ഐഡിയോളജി അതിനകത്ത് പാലിക്കുന്നില്ല. ഞാൻ പോന്നു കൃത്യമായ ഒരു ഉത്തരം കൊടുത്തു. പിന്നെ അതിനകത്ത് എന്ത് പറയാൻ, ആ ഐഡിയോളജി അതിനകത്തില്ല. ആ ഐഡിയോളജി കുറച്ചെങ്കിലും പാലിക്കപ്പെടുന്നത് CPM ആണ്. അത് എനിക്ക് നോക്കുമ്പോൾ അത് ഞാൻ അതുകൊണ്ട് പോകും. അക്കാഡമിക് നിലവാരം അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു മാന്യത കീപ്പ് ചെയ്തു. അല്ല, ഇത് അക്കാഡമിക് അല്ല, രാഷ്ട്രീയക്കാരാവ കൊള്ളുന്ന ആളല്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നിട്ട് മോദിയെ കുറ്റം പറയുന്നത് ചിലപ്പോൾ അങ്ങ് സഹിക്കും. മോദിയെ ഇപ്പൊ നമുക്ക് അതുപോലെ തന്നെ മാത്യു കുഴൽനാടനോട് നമുക്കൊരു അദ്ദേഹത്തിന്റെ ആ ഒരു നിയമസഭയിലുള്ള കാര്യങ്ങളുടെ ഒരു പ്രസന്റേഷൻ അയാളെ നമുക്ക് ബഹുമാനം തോന്നും. അല്ലെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരുടെ സ്വഭാവമല്ല. പണ്ടൊക്കെ ഒരു ഡയറി എടുത്ത് കക്ഷത്തി വെച്ചിറങ്ങുന്ന പോലെ അല്ലല്ലോ അദ്ദേഹം. അതെ, അപ്പം ഞാനീ പറഞ്ഞത് ഈ അവസാനം RSSനെ കുറ്റം പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഫാൻസായിട്ട് നിൽക്കുന്ന ആരാ? RSSും BJP അല്ല, CPM ഒന്നുമല്ല, കോൺഗ്രസ് ഒന്നുമല്ല. നമ്മളീ പറയുന്ന പോലെ അവർ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്ചാരിത കൊണ്ട് അത് അങ്ങനെയൊക്കെ പറയുന്നത് കൊള്ളാം, അയാൾ അതിനകത്ത് കൊള്ളാമെന്നേ പറയത്തുള്ളൂ. ഇയാളെ സഹായിക്കാൻ നിൽക്കുന്നില്ലല്ലോ. ഇവരെല്ലാം വിട്ടുപോയില്ലേ? ഒരാളെങ്കിലും അദ്ദേഹം പാർട്ടിക്കകത്തുനിന്ന് വിട്ടുപോയതിന് ശേഷം അയാൾക്ക് അനുകൂലമായിട്ട് പറയുന്ന, സാറി പറഞ്ഞല്ലോ, CPMനകത്തും കോൺഗ്രസിനകത്തും ഇല്ല. കോൺഗ്രസിന് ഇതിനെ പറയാൻ പറ്റുന്നില്ല, ആരുമില്ല. രഹസ്യമായിട്ട് വിളിച്ച് ചോദിച്ചു നോക്കും, കോൺഗ്രസ്സുകാരനെ വിളിച്ച് ചോദിച്ചു നോക്കും, ഇവരെ ഇതിനകത്ത് ഇത് എന്തൊരു ഇത്തരത്തിലൊരുത്തനായിരുന്നു എന്ന് വെച്ചാൽ അതിന് വേറെ ഒരു വേടുണ്ട്, അത് ആ രീതിയിൽ സംസാരിക്കും. അപ്പം ഞാനീ പറഞ്ഞത് ഇതാണ് അവിടെ സംഭവം. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ത് സാറേ അവിടെ പാലക്കാട് കോൺഗ്രസിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, പാലക്കാട് എന്തിനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ത് ചെയ്യും? പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്തി സാറേ? പാലക്കാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല, മുസ്ലിം ലീഗിനാണ് സ്ഥാനാർത്ഥി ഉള്ളത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ് സ്ഥാനാർത്ഥി ഉള്ളത്.
കാരണം പാലക്കാട് സന്ദീപ് വാര്യർ വന്ന് അന്നൊരു പ്രകടനം നടത്തുന്നതിന് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് തീരുമാനിച്ചത്. അതായത് മുസ്ലിം ലീഗിൻ്റെ യുവ നേതൃത്വം അവിടെ സംഘടിപ്പിച്ചത്. അവരുടെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവരെന്ത് വർത്തമാനം പറയുന്നത് തീരുമാനിക്കേണ്ട മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പറയുന്നതനുസരിച്ച് VD സതീശൻ സംസാരിക്കുന്നത്. ഇന്നലെ ഏറ്റവും അവസാനം ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്നത് പലപ്പോഴും പറയും ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾ പോലെ തങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ജമാഅത്തിയുടെ ആൾ പോലെ തങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് അദ്ദേഹത്തിന് തോന്നിയതാ, അല്ലെങ്കിൽ വർഗീയ പാർട്ടിയായിട്ട്. എനിക്കൊരു സംശയം, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഭരിക്കുന്നത് ലീഗ് ആയിരിക്കും. അല്ല, ലീഗ് ആയിരുന്നല്ലോ കേരളം ഭരിച്ചുകൊണ്ട്, പക്ഷേ ഇത്രയും വ്യക്തമല്ലെന്നേ ഉള്ളായിരുന്നു. ലീഗ് ആയിരുന്നല്ലോ കഴിഞ്ഞ 5 കൊല്ലം. സാർ മുമ്പേ പറഞ്ഞില്ല 5ാം മന്ത്രി അവർ പറഞ്ഞതിനപ്പുറം ഇപ്രാവശ്യം ഇങ്ങനെ 3ാമത് ലോക്സഭ വന്നപ്പം ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പം അവിടെ കൊണ്ട് രാജ്യസഭ കൊടുത്ത് ഏതായാലും തൽക്കാലം നിർത്തി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ എപ്പോഴാണ് അവർ മാറിയത്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തവിഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് അവിടെ കൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ ആ സീറ്റിൽ തൽക്കാലം മാറാം, രാജ്യസഭ സീറ്റ് മേടിച്ചുകൊണ്ട് മാറാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 26 അധികാരത്തിൽ വന്നാൽ മലപ്പുറത്തിന് പ്രത്യേക പാക്കേജ് അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവർ ഇപ്പം തന്നെ നിയമസഭയിൽ അംഗസംഖ്യ നോക്കുമ്പോൾ എത്ര ഉണ്ട്? 2 സീറ്റിൻ്റെ വ്യത്യാസം കണ്ടല്ലേ ഉള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തമ്മിൽ സീറ്റിൻ്റെ വ്യത്യാസം എത്ര ഉണ്ട് സാറേ? സാറെന്താ മനസ്സിലാക്കാത്തത്? പ്രതിപക്ഷത്തിരിക്കാൻ 2 സീറ്റൂടെ കൂടി അവർ ചോദിക്കും, പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് വരാൻ പറയും. അപ്പം ഈ പ്രാവശ്യം അവിടെ ഇല്ല, സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. അവർ എന്തുവാ മുനമ്പത്തെ വിഷയം മുസ്ലിം പറയാൻ ഇപ്പം വക്കഫ് ഇല്ലെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് അതിന് മുമ്പ് പറയാൻ നാക്കെടുത്തോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനമ്പത്തെ വിഷയം സംസാരിച്ച് തീർക്കണം, അതിൻ്റെ നിലപാട് ഞങ്ങൾ ചെയ്ത് അതിന് ശേഷമാണെന്നല്ല പറയാൻ പറ്റുന്നത്. ഓരോ വിഷയത്തിനും KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ തങ്ങൾ സംസാരിച്ച് അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. KC വേണുഗോപാൽ എന്തിനാ? മുഖ്യമന്ത്രി തങ്ങളുടെ കാര്യം പറഞ്ഞു. തങ്ങൾ പെരുമാറുന്നത് ഒരു മതേതര പാർട്ടിയുടെ സ്വഭാവത്തിലല്ല, അല്ലെങ്കിൽ SDP-യുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നത് പോലെ തോന്നുന്നു പറയുന്നതിന് തങ്ങളെ പറഞ്ഞ് അടിക്കും എന്നൊക്കെ രീതിയിലില്ലെന്നല്ലേ ഷാജി പറഞ്ഞു. മുഖ്യമന്ത്രിയെല്ലാം ആരായാലും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതേതാ ഇസ്ലാമോഫോബിയയുടെയും ഒരു ജനാധിപത്യത്തിന് അപ്പുറമുള്ള ഒരു കടന്നുകയറ്റത്തിൻ്റെയും ഒരു കയ്യൂക്കിൻ്റെയും ഒക്കെ സ്വഭാവത്തിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പം ഞാനതാ പറഞ്ഞത്, അവൻ്റെ കീഴിൽ നിന്ന് പണിയെടുക്കുന്നതായിട്ട് മാറിയിട്ടുണ്ട് മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും. കാരണം അവർ തീരുമാനിക്കുന്നത് അവിടെ 40,000-ഓളം വരുന്ന 45,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ ആ വോട്ട് ഒരു ഭാഗമായിട്ട് നിൽക്കുമെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഇപ്പം ഈ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ പാർട്ടിയെയും പോലും അവരുടെ കാൽക്കൽ കൊണ്ട് കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക്. അതും BJPക്ക് അവിടെ എഡ്ജാവും. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സംഭവം ഒന്നുകൂടെ വ്യക്തമാകും. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സംഭവം ഒന്നുകൂടി വ്യക്തമാവുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തെ മുസ്ലിം ലീഗ് വിഴുങ്ങി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങി എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിന്ന ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വരെ മനസ്സിലാവുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തലോടാൻ പോയത് കൊണ്ടാണ് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞത് CPM-ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടു, ഞങ്ങളെ നിങ്ങൾ കൈവെടിയരെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വോട്ടുകളുടെ പുറയിൽ വളരെ കൃത്യമായിട്ട് സംസ്ഥാന സെക്രട്ടറിക്കും പിണറായി വിജയനും ബാലനും നേതാക്കന്മാർക്കും ഒക്കെ നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൻവർ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെ ഷാജി പറഞ്ഞു നിങ്ങളൊക്കെ BJP ആണെന്ന് പറയുമ്പോഴും ഞങ്ങൾ BJP അല്ല എന്ന് പറയുന്നതിന് ശ്രമിക്കാതെ പോകുന്ന ഒരു CPM-നെ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നു. അതായത് CPM-ന്റെ ഭാഗമായിട്ട് നിന്നത് ഹിന്ദു വോട്ടുകളാണ്. അതൊഴുകുന്നു, അത് BJP-യിലേക്ക് ഒഴുകുന്നു. ഹിന്ദു വോട്ടുകൾ ഒഴുകുന്നതിൻ്റെ കൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്നു. 2026 സാറ് പറഞ്ഞതുപോലെ ഈ ഒഴുക്ക് ഒരു 10-20 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-യെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിനുശേഷം 2035 അല്ലെങ്കിൽ ഈ 26-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJP ഒരു പക്ഷേ അധികാരത്തിൽ വരുമെന്ന് സാറ് പറഞ്ഞതിനകത്ത് കഴമ്പുണ്ടെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.